തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികളുടെ കാരണങ്ങൾ തേടി CPM. എന്തുകൊണ്ട് പാർട്ടി പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ച ബൂത്ത് തലത്തിൽ വിശദമായി പരിശോധിക്കണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകി. 8 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പരിശോധന നടത്തുന്നത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും പ്രാദേശിക തലത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുക്കങ്ങളും സംബന്ധിച്ചാകും പ്രധാന പരിശോധന. ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ, ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം, ചേർത്ത വോട്ടുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര, വാർഡ് ശില്പശാലയിലുണ്ടായ പങ്കാളിത്തം, ഓരോ ഏരിയ കമ്മിറ്റികൾക്കും കീഴിലുണ്ടായിരുന്ന ബൂത്തുകൾ, ബൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം, ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം, ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല എന്നിവയാണ് ആ 8 ചോദ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് പട്ടിക പരിശോധിച്ച് വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവർ ആരെന്ന് ഉറപ്പാക്കുകയും അതിൽ എത്ര പേരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിഞ്ഞുവെന്നും അവർ വോട്ട് ചെയ്തോ എന്നും കണക്കെടുക്കുകയാണ് ഈ പരിശോധനയുടെ ഭാഗം. വാർഡ് തലത്തും ബൂത്ത് തലത്തും സംഘടിപ്പിച്ച ശില്പശാലകൾ ശരിയായി നടപ്പാക്കപ്പെട്ടോ എന്നതും പരിശോധിക്കും. സംഘടനാപരമായ വീഴ്ചകൾ കണ്ടെത്തലാണ് പല പരിശോധന വഴി പാർട്ടി ലക്ഷ്യമിടുന്നത്. ഓരോ ജില്ലയിലും ഈ പരിശോധന പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ടുകൾ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. പല പ്രദേശങ്ങളിലും ശില്പശാലകൾ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഏരിയ കമ്മിറ്റികളുടെ വീഴ്ചയായി കാണപ്പെടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കണ്ടെത്തിയ വീഴ്ചകളെ പരിഹരിക്കുന്ന അടിയന്തര നടപടി സ്വീകരിക്കാൻ CPM തീരുമാനമെടുക്കും. പാർട്ടി ഭാരവാഹികൾ മത്സരത്തിനിറങ്ങിയപ്പോൾ സംഭവിച്ച വീഴ്ചകളെയും വിലയിരുത്തി തോറ്റവരെ പെട്ടെന്ന് പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചെടുക്കാനാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്.